ലീഡിൻ്റെ കൂടെയായിരുന്നു യാത്ര. അതിൽ തീർച്ചയായിട്ടും ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോ സ്കിൽ സെറ്റാണ് വേണ്ടത്. അപ്പം പ്രിലിംസിലേക്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റണം. മെയിൻസിലേക്ക് വരുമ്പോൾ നന്നായിട്ട് ആൻസർ എഴുതാൻ പറ്റണം. സോ ഇൻ്റർവ്യൂവിനൊക്കെ വരുമ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റി ഹൈലൈറ്റ് ചെയ്യാൻ പറ്റണം. സോ ഓരോന്നിനും ഓരോ സ്കില്ലാണ് റിക്വയർ ചെയ്യുന്നത്. അപ്പോൾ ആ സ്കില്ല് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയായിരുന്നു ബേസിക്കലി. എനിക്കൊരു ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോൾ കോളേജിൽ ഒരു 6 സെമസ്റ്റർ ഒക്കെ ആയപ്പോഴാണ് എനിക്ക് ആ ഒരു ആഗ്രഹം തോന്നിയത്. കഴിഞ്ഞ അടുത്ത റാങ്കിൽ എനിക്കറിയായിരുന്നു ഞാൻ കുറച്ചുകൂടി ഡിസേർവ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൽ നിർത്താൻ പാടില്ല. ഓൾറെഡി ഒരു സാധനം ക്രാക്ക് ചെയ്തു, ഇനി അതിലേക്ക് ചെയ്യാന്നുള്ളത്. ഞാൻ നേരത്തെ റെയിൽവേ മാനേജ്മെൻറ്റ് സർവീസിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനകത്ത് ലീവ് എടുത്തിരിക്കുകയായിരുന്നു, വീണ്ടും അറ്റൻഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പോഴാണ് ഈ ഒരു സന്തോഷ വാർത്ത എത്തിയത്. ഇപ്പം 109ാമത്തെ റാങ്കാണ്, 109 ആണ്. ഇതിൽ ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഡിൻ്റെ ഒരു ഷെഡ്യൂൾ തന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഡെയിലി ടാർഗറ്റ് ഉണ്ട്, അതേപോലെ വീക്ക്ലി എക്സാംസ് ഉണ്ട്. അപ്പം ആ ഒരു മെക്കാനിസം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആൻസർ റൈറ്റിങ്ങിനാണെങ്കിൽ ഫീഡ്ബാക്ക് എടുക്കും ടീച്ചേഴ്സിൻ്റെ. സോ അങ്ങനെയുള്ളൊരു മെക്കാനിസം വെച്ചിട്ടുണ്ടാകും. നമ്മളിപ്പോൾ ലീഡിൽ ആൻഡ്യൂബായിട്ട് എപ്പോഴും പറയുന്നൊരു ഐഡിയലുണ്ട്. അതായത് ഈ ഒരു ജേണി ഇവിടെ തീരില്ല, മറിച്ച് ഒരു നല്ല ഓഫീസർ ആകുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറയാറുണ്ട്. സോ ആ നല്ല ഓഫീസർ ആകാനുള്ള എല്ലാ കേപ്പബിലിറ്റിയും ക്വാളിറ്റിയും ഓവർ ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ അക്വയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ അടുത്ത ടാർഗറ്റ്. ശ്രമിച്ച് പരാജയപ്പെട്ടു പോകുന്ന കുട്ടികളുണ്ട്, വീണ്ടും ശ്രമിക്കാൻ അവർക്കൊരു പ്രചോദന രീതിയിൽ പറയാനുള്ള വാക്കുകൾ ഇതിൽ എന്താണ് അവർക്ക്, അതായത് ഇതിനെ റാഷണലായി കാണുക, അല്ല എന്താണ് അവർക്ക് മിസ്റ്റേക്ക് പറ്റിയുള്ളത് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. ശരിയാണ്, ഇതൊരു ലക്കിൻ്റെയും കൂടി ഫാക്ടറുള്ള ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ അവർക്ക് ഇത് വർക്കൗട്ട് ആവുമെന്ന് നോക്കുക. ഇല്ലെങ്കിലും ഇത് ഒരുപാട് സ്കിൽസ് തരും. ആ സ്കിൽസ് വെച്ചിട്ട് മുന്നോട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആൻസർ റൈറ്റിംഗ് സ്കില്ലുണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ വേണ്ട സ്കിൽസാണ്. അപ്പോൾ ആ സ്കിൽ സെറ്റ് ഇപ്പോൾ ഇഫ് നോട്ട് UPSC ആ സ്കിൽ സെറ്റ് വെച്ചിട്ട് അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് മുന്നോട്ട് നോക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്കുള്ള മെസ്സേജ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻ്റർവ്യൂവിൽ കുറേ കൂടി കോടിയിലായിരുന്നു ബോർഡ്. ഞാൻ കഴിഞ്ഞ വർഷം പോയ അതേ ചെയർപേഴ്സൻ്റെ അതേ ബോർഡായിരുന്നു. സോ സാറും ലിറ്ററേച്ചറിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ലിറ്ററേച്ചർ ആയിരുന്നു ആദ്യത്തെ ഇനിഷ്യൽ ഒരു കോൺവെർസേഷൻ. അപ്പോൾ എനിക്ക് കുറേയും കൂടി പിന്നെ റെയിൽവേ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ എല്ലാ രീതിയിലും ആ ഒരു കോടിയിലായിരുന്നു ബോർഡ്.